ശാന്തി ധാർമ്മിക രോഷത്താൽ വിവശനായി. അദ്ദേഹം ചോദിച്ചു, യാത്ര അത് നല്ല കാര്യമാണ്, പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ യാത്ര ചെയ്താൽ എനിക്ക് എന്ത് കിട്ടാനാണ്? യാത്രയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഒരു സന്യാസിയുടെ യാത്ര അത് അവധൂതമല്ലേ? അവധൂതവൃത്തി അധധികാരമോ, അവധൂതവൃത്തി അധധികാരമോ, ആർജിത ജീവന്റെ അവകാശമോ, ദൂതതു ജീവന്റെ ദൂതുമാത്രം, ആത്മാവിന്ദുദ്ബോധന പ്രയാണം, ദൂതതു ജീവന്റെ ദൂതുമാത്രം, ആത്മാവിന്ദുദ്ബോധന പ്രയാണം. അദ്ദേഹം ഓർത്തു, ദൈവമേ, യാത്ര അത് അവധൂതമല്ലേ? ആർജിത ജീവന്റെ അവകാശമല്ലേ? ആത്മാവിന്റെ ഉദ്ബോധന പ്രയാണമല്ലേ? അതിനു പകരം ഇവർ പറയുന്ന പോലെ യാത്രയിലൂടെ തനിക്ക് എന്ത് കിട്ടാനാണ്? കമ്മറ്റി തീരുമാനമാണ് പോലും. ഇത് അധികാരമാണോ? ആ ഹൃദയം വീണ്ടും തപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകാം. 4 ദിവസത്തേക്ക് കൂടി നിങ്ങൾ എനിക്ക് ആഹാരം തരണം. ശാന്തി ഗുരുപൂജ ചെയ്തിരുന്ന ബാലാലയത്തിൻ്റെ തിണ്ണയിൽ കഴിഞ്ഞു. ശാന്തി ഇങ്ങനെ ഇരിക്കുന്നു എന്നറിഞ്ഞ് ജനങ്ങളെത്തി. ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം അവർ തന്നെ കൊണ്ടുവന്നു. ജനങ്ങൾ വല്ലാതെ ദുഃഖിച്ചു. ശാന്തിയെ ഇറക്കി വിടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുൻ നിയമസഭാ സ്പീക്കർ വർക്കൽ രാധാകൃഷ്ണൻ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ സോമൻ വക്കീലും ഉണ്ടായിരുന്നു. 17 വർഷക്കാലം ഒന്നിനും വേണ്ടിയല്ലാതെ സ്വന്തമായി ഒരു വൗച്ചർ പോലും ഒപ്പിടാതെ ശിവഗിരിയെ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യസ്നേഹിയെ ഇറക്കി വിടുന്നതിൽ അദ്ദേഹം വേദനിച്ചു. അദ്ദേഹം പറഞ്ഞു, സ്വാമി, ഇങ്ങനെ ഒന്നുമില്ലാത്തതിനെ പോലെ ഇറങ്ങിപ്പോകരുത്, ശരിയല്ലത്. അങ്ങേപ്പോലെ കഷ്ടപ്പെട്ട ഒരാളിനെ ഇങ്ങനെ പറഞ്ഞുവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് അനീതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചില പേപ്പർ കൊണ്ടുവരാം, അങ്ങ് അതിൽ ഒപ്പിട്ട് തന്നാൽ മതി. കേസെല്ലാം ഞങ്ങൾ നടത്തിക്കൊള്ളാം, അങ്ങ് ഒന്നിനും വരണ്ട. ശാന്തി പറഞ്ഞു, ഞാൻ ഒന്നും കൊണ്ടല്ല ഇവിടെ വന്നത്, ഞാൻ ഒന്നും കൊണ്ട് പോകുന്നുമില്ല, എനിക്കൊന്നും വേണ്ട. എൻ്റെ ജോലികൾ ഞാൻ ചെയ്തു, അത്ര തന്നെ. അതിനെനിക്കൊരു അവകാശവും വേണ്ട. രാധാകൃഷ്ണൻ പിന്നീട് ഒന്നും പറഞ്ഞില്ല. ആ തിണ്ണയിൽ ശാന്തി അങ്ങനെ ഇരുന്നു. നീണ്ട 17 വർഷങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഓടിയെത്തി. തൻ്റെ തലോടലേറ്റ് വളർന്ന ആ സ്ഥലം തന്നെ നോക്കി കേഴുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. എന്നും വേദനയുടെ ചാട്ടവാറുകൾ മാത്രം സമ്മാനിച്ച സ്ഥലമേ, ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അദ്ദേഹം എഴുന്നേറ്റു. ശിവഗിരി കുന്നുകളെ, ഞാൻ യാത്രയാവുകയാണ്, ഞാൻ യാത്രയാവുകയാണ്. 17 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് കിട്ടിയ സമ്പന്നമായ പ്രതിഫലവും പേറി ആ ത്യാഗി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ശിവഗിരി കുന്നുകളെ ഒന്ന് കാണുവാൻ. ലോക മനസ്സാക്ഷി ആ കുന്നുകൾ നോക്കി ഇങ്ങനെ പറയുന്നില്ലേ, ശിവഗിരി കുന്നുകളെ നിങ്ങൾ കരയുകയാണോ ഇന്ന്? ശിവഗിരി കുന്നുകളെ നിങ്ങൾ കരയുകയാണോ ഇന്ന്? മക്കയുമിതു താണ്ടി ജെറുസലേമും താണ്ടി, മക്കയുമിതു താണ്ടി ജെറുസലേമും താണ്ടി, നീയുമൊരധ്യായം ഇവിടെയേകി, തീരാത്തൊരേടുകൾ പൂർത്തിയാക്കി. ശിവഗിരിക്കുന്നുകളെ, നീ കരയുകയാണല്ലേ, നീ കേഴുകയാണല്ലേ? വേണ്ട, നീ കരയണ്ട, നീ തേങ്ങണ്ട. ക്രിസ്തുവിനോടും മുഹമ്മദിനോടുമെല്ലാം നിന്റെ സഹോദരങ്ങൾ മക്കയും ജെറുസലേമും കാണിച്ചത് മാത്രമേ നീയും കാണിച്ചിട്ടുള്ളൂ. നീ കരയണ്ട, നീ ഒന്നോർത്തുകൊള്ളുക. നീ തീർത്ത കുരിശ് നിനക്കായി വേണ്ടി വരുമ്പോൾ ഞാൻ കാണില്ല. ഞാനെന്ന ലോകത്യാഗിയുടെ, കർമ്മനിഷ്ഠന്റെ, സർഗസമീക്ഷകന്റെ ത്യാഗത്തിന്റെ ഏടുകൾ ലോകമക്കൾക്ക് കാണിച്ചു കൊടുക്കും.
ഇതുകൂടി ഞാൻ അവിടെ കൂട്ടിച്ചേർക്കും. ലോക മനസാക്ഷി ശിവഗിരി കുന്നുകളെ നോക്കി ഉറക്കി ഉറക്കി ഇങ്ങനെ പ്രഖ്യാപിച്ചു. ശിവഗിരി വിട്ട കൊച്ചുശാന്തിക്ക് എങ്ങോട്ട് പോകണമെന്ന രൂപവും ഉണ്ടായിരുന്നില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയും. ദൈവമേ, ഞാൻ എങ്ങോട്ട് പോകും? ജീവിതത്തിന് നല്ലൊരു ഭാഗം ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി തൻ്റെ ഗതി എന്താണ്? പെട്ടെന്ന് തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ ആ മനസ്സിലേക്ക് ഓടിയെത്തി. നിനക്കിവിടെ ഒന്നൊരു മാറ്റമുണ്ടാകും. നീ എങ്ങോട്ട് പൊയ്ക്കളയരുത് കേട്ടോ, നീ എങ്ങോട്ട് പൊയ്ക്കളയരുത്. അത് ആ കാതുകൾ മുഴങ്ങി. ഇല്ല, ഈ ദേശം വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. അദ്ദേഹം തീരുമാനിച്ചു. ഗുരു വരുന്നവരെയും അടുത്തെവിടെയെങ്കിലും തന്നെ തങ്ങണം. കൊച്ചുശാന്തിയിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്തോ ചില പ്രത്യേകതകൾ തോന്നിയിരുന്ന ഗംഗാരം മുതലാളിക്ക് ആ ത്യാഗനിഷ്ഠനോട് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശാന്തി ശാന്തി എങ്ങും പോകണ്ട. ദാ കാണുന്ന സ്ഥലം അതിൻ്റെതാണ്. അവിടെ ശാന്തിക്ക് എന്ത് വേണമെങ്കിലും ആകാം. ആ ദയാവായ്പിന് മുന്നിൽ കൊച്ചുശാന്തി അഭയം കണ്ടെത്തി. ആ സ്ഥലത്ത് കൊച്ചുശാന്തി ഒരു കുടിൽ കെട്ടിയുണ്ടാക്കി. മനോഹരമായ കുടിൽ. എന്നിട്ട് നാമകരണം ചെയ്തു, ശാന്തിഗിരി, വർക്കല ശാന്തിഗിരി. സ്നേഹമുള്ളവരെ, ലോകോത്തരമായി തീരുന്ന സർവഭൂതങ്ങളും സർവകലകളും തണലൊതുക്കേണ്ടുന്ന ഒരു വലിയ വടവൃക്ഷമായ ശാന്തിഗിരി ആശ്രമത്തിന്റെ വിത്ത് അവിടെ മുളയ്ക്കുന്നു. ശാന്തിഗിരി. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. പഠാനസ്വാമികൾ വന്നില്ല. അങ്ങനെ കാത്തിരുന്ന് വിഷമിച്ച് ഒരു ദിവസം കൊച്ചുശാന്തി അദ്ദേഹത്തെ തിരക്കിയിറങ്ങി. കടപ്പുറത്ത് അദ്ദേഹം തങ്ങുന്ന കുടിലെത്തി. വിവരങ്ങളെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കരുണാകര, നിനക്ക് അനുഭൂതി വന്നില്ലല്ലോ അല്ലേ? ഇനി അനുഭൂതി കൈവന്നിട്ട് പോയാൽ മതി കേട്ടോ. അതിനുശേഷം പഠാനസ്വാമികളും ശിഷ്യന്മാരും കൂടി ഒരു ക്ഷേത്രവളപ്പിലെത്തി. അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഠാനസ്വാമികൾ പറഞ്ഞു, കരുണാകര, ആ കാണുന്ന വിഗ്രഹങ്ങളില്ലേ, അതിലെല്ലാം നീ തുപ്പണം. അവയുടെ എല്ലാം നെറുകയിൽ നീ ചവിട്ടണം. മൂത്രമൊഴിച്ച് അതിൻ്റെ എല്ലാം തലയിൽ നീ ഒഴിക്കണം. ശാന്തി ഞെട്ടിപ്പോയി. ദൈവമേ, താൻ സർവസ്വവുമായി കരുതി ആരാധിച്ചു പോന്ന ആ വിഗ്രഹങ്ങളെ തുപ്പുകയോ ചവിട്ടുകയോ മൂത്രമൊഴിക്കുകയോ ഇല്ല, ഞാനത് ചെയ്യില്ല. പെട്ടെന്ന് അദ്ദേഹം ഓർത്തു, ഇതെന്റെ ഗുരുവിന്റെ വാക്കാണ്. ഗുരുവിന്റെ വാക്കിന് എതിർവാക്കില്ല. ആ ശിഷ്യൻ വിഗ്രഹങ്ങളെല്ലാം തുപ്പി ഞാഞ്ഞ് ചവിട്ടി അവയുടെ നെറുകയിൽ മൂത്രമൊഴിച്ചു. എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ആ ശിഷ്യന് കുറ്റബോധം, വല്ലാത്തൊരു വേദന. ആ മനസ്സ് വിരുമ്പി, ദൈവമേ, താൻ ചെയ്തത് പാതകമാണോ? ഇത് പാതകമാണോ? ഓർമ്മ വെച്ചൊരു നാളു മുതൽ ഓമനീച്ചെന്നിൽ കുടിയിരുത്തി. ഓർമ്മ വെച്ചൊരു നാളു മുതൽ ഓമനീച്ചെന്നിൽ കുടിയിരുത്തി. ഓരോ ദിനവും എൻ മാനസസൂനങ്ങൾ, ഓരോ ദിനവും എൻ മാനസസൂനങ്ങൾ അർച്ചന ചെയ്തിരുന്നു, അർച്ചന ചെയ്തിരുന്നു. പാതകമോ? ആ ഹൃദയത്തിൽ വേദനയുടെ നേരിയ അലകൾ, ഭയത്തിന്റെ നിഴലാട്ടങ്ങൾ. ഇത് മനസ്സിലാക്കിയതുപോലെ ധന്യത പൂണ്ട സ്വരത്തിൽ പ്രാണസ്വാമി ചോദിച്ചു, കരുണാകര, നീ എന്താണ് ചെയ്തത് നിനക്കറിയാമോ? നീ എന്താണ് ചെയ്തത് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം. യുഗങ്ങളായി പാവഭാരവും പേറി തടവുകാരായി ഈ വിഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന അനേകം ആത്മാക്കളെ നീ മോചിപ്പിച്ചിരിക്കുന്നു. അവയെല്ലാം നിന്റെ പാദസ്പർശത്തിലൂടെ മുക്തി നേടിയിരിക്കുന്നു. നീ എത്ര വലിയവനാണ്, നീ എത്ര വലിയവനാണ്. എന്നിട്ടും യാതൊരു ഭാവഭേദവുമില്ലാത്ത ശാന്തഗംഭീരത, ഒന്നിനും ഇളകാത്ത ആ ശാന്തഗംഭീരത, ആ വിനയം, അതാണ് നമ്മുടെ മാതൃക. കാലമൊരുക്കിയ വീഥികളിൽ കനിവേറി നിറച്ചൊരു മുത്ത്,
കാലമൊരുക്കിയ വീഥികളിൽ കനിവേകി നിറച്ചൊരു മുത്ത്, ജനിമൃതിയാത്രാവേളകൾ പലതിൽ ജ്വാലയുതിർത്തൊരു വിത്ത്, ത്യാഗജ്വാലയുതിർത്തൊരു വിത്ത്, ത്യാഗജ്വാലയുതിർത്തൊരു വിത്ത്. വീണ്ടും അവർ നടന്ന് കാട്ടുവാസാഹിബ് മലയിലെത്തി. ചക്രവാള സീമകളെ തഴുകിയുറക്കുന്ന സഖ്യപർവ്വത സാനുക്കളിൽ അവരിരുന്നു. അലൗകികങ്ങളായ നിരവധി ദർശനങ്ങൾ ആ ഉൾനയനം മുന്നിലൂടെ കടന്നുപോയി. വീണ്ടും നടന്ന് റോഡിലെത്തി. വളരെ ഗൗരവത്തോടുകൂടി ഫക്കീർ സ്വാമികൾ കൊച്ചുശാന്തി വിളിച്ചു. കരുണാകര, ഇങ്ങടുത്ത് വാ. ശിഷ്യൻ വിറച്ചു വിറച്ചുകൊണ്ട് അടുത്തിരുന്നു. ആ വസ്ത്രങ്ങളെല്ലാം ഊരിയും കിട്ടിടുക. വസ്ത്രമെല്ലാം ഊരിക്കൊടുത്തു. ക്യാബറെ നർത്തകിമാരെ ധരിക്കുന്ന പോലെ കീറിപ്പറിഞ്ഞ ഒരു തോർത്ത സഞ്ചിയിൽ നിന്നെടുത്ത് നീട്ടിക്കൊണ്ട് പഠാനസ്വാമികൾ പറഞ്ഞു, ഇതെടുത്തു. ശാന്തി കൊടുത്തു. ആ ഗുരു ഗർജിച്ചു, ഒരടിയും. ഞാൻ എവിടെ പോകാൻ എന്ന് വിളിച്ചുകൊണ്ട് ശാന്തി ഓടി. ആ പോക്കിൽ കന്യാകുമാരി, ശുചീന്ദ്രൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞറിയിക്കാനാവാത്ത ദർശനങ്ങളുണ്ടായി. അലൗകികങ്ങളായ അനേകം ദർശനങ്ങൾ. ദീർഘമായ യാത്രയ്ക്ക് ശേഷം ശാന്തി വീണ്ടും ഖുറേഷ് ഫക്കീർ സ്വാമിയുടെ അടുത്തെത്തി. വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. അദ്ദേഹം അടുത്ത് വിളിച്ചു. എന്നിട്ട് സന്തോഷത്താൽ മതിമറന്ന് ആ വത്സര ശിഷ്യനെ കെട്ടിപ്പൊണ്ടുകൊണ്ട് പറഞ്ഞു, ഇനി നീ എവിടെയോ പോ, നിനക്കെല്ലാം കിട്ടിക്കോളും, നിനക്കെല്ലാം കിട്ടിക്കോളും. ആ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിയുന്നുണ്ടായിരുന്നു. കരുണാകരനായ ആ വത്സര ശിഷ്യൻ, പ്രപഞ്ച ഗുരുവായ ആ വത്സര ശിഷ്യൻ കർമ്മകാണ്ഡങ്ങളുടെ കുരുക്കൾ അഴിക്കുന്നതിനായി പ്രയാണം തുടങ്ങി. അദ്ദേഹം വർക്കല ശാന്തിയിൽ തിരിച്ചെത്തി. കൽപ്പാന്തങ്ങളായി പേറിയ ആ ചൈതന്യം പൂർണ്ണ രൂപത്തിൽ കരുണാഗുരുവിൽ വിളങ്ങി. വർഷങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ധാരാളം ആളുകൾ ആശ്രമത്തിലെത്തി തുടങ്ങി. മാരകമായ രോഗങ്ങൾ പിടിപെട്ടവർ, പൈശാചിക ബാധയുള്ളവർ തുടങ്ങിയ അനേകം ആളുകൾ ആശ്രമത്തിലെത്തി. അവർക്ക് അവരുടെ രോഗങ്ങൾ മാറി, പൈശാചികങ്ങൾ ഒഴിഞ്ഞുപോയി. കാലം വീണ്ടും കടന്നു. ഒരു വൃശ്ചിക മാസം 1-ാം തീയതി കുടിച്ചു തൊഴാൻ വരുന്ന പോലെ 3 ആളുകൾ ആശ്രമത്തിലെത്തി. അന്നു മുതൽ ജനങ്ങൾ ആശ്രമത്തിലേക്ക് പ്രവാഹം ആരംഭിച്ചു. അവിടെ വരുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പെട്ട ചിലർക്ക് ദാർശനികമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വരുന്നവരുടെ രോഗങ്ങൾ പെട്ടെന്ന് തന്നെ മാറുന്നു. ആ ശ്രുതി നാട്ടിലെങ്ങും വരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു. പക്ഷേ ഒഴുക്ക് നേരെ വിപരീതമായി തുടങ്ങി. വരുന്നവർ പലരുടെയും രോഗങ്ങൾ മാറാതായി, പലതും ഫലിക്കാതെയായി. അങ്ങനെ അവസാനം എല്ലാം താളക്കുഴപ്പത്തിലായി. ഒന്നും ശരിയാകുന്നില്ല. ഗുരു വിചാരിച്ചു, ഇവരെന്തോ അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ദാർശനികമായി കിട്ടുന്ന അനുഭവങ്ങളിലൂടെയോ എവിടെയോ വീഴ്ച വരുത്തിയിരിക്കുന്നു. അദ്ദേഹം ദർശനവശത്ത് ഉയർന്നു നിൽക്കുന്നവരെ വിളിച്ച് ശകാരിച്ചു, അടിച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. വരുന്നവരെല്ലാം വിരോധികളായി. നാട്ടുകാർ പോലും വിരോധികളായി മാറി. എന്താണ് ദൈവമേ ഇതിന് കാരണം? എന്ത് സംഭവിച്ചു? വഴികളെല്ലാം അടയുകയാണോ? ഇതെല്ലാം അവസാനിക്കുകയാണോ? ദൈവമേ, ദൈവമേ, നീ എന്നെ കൈവിടുകയാണോ? ആ മനുഷ്യ സ്നേഹിയുടെ മനം വല്ലാതെ നൊന്തു. മുന്നോട്ടു കാലുകൾ നീങ്ങിടാനാവാതെ മുന്നിലോ കാണുന്നു കൊത്തളങ്ങൾ. മുന്നോട്ടു കാലുകൾ നീങ്ങിടാനാവാതെ മുന്നിലോ കാണുന്നു കൊത്തളങ്ങൾ. നീരാളി ഹസ്തങ്ങൾ നീളേ മുറുക്കുന്നു പാതയിരുളിലോ എന്റെ ദാദാ. നീരാളി ഹസ്തങ്ങൾ നീളേ മുറുക്കുന്നു പാതയിരുളിലോ എന്റെ ദാദാ. ദൈവമേ, എന്താണിത്? ത്രിമൂർത്തി സമ്പ്രദായം വരെ ഹൈന്ദവ ന്യായത്തെ പറഞ്ഞുള്ള എല്ലാ മേഖലകളും, എല്ലാ വേലകളും ഞാൻ ചെയ്തു നോക്കി. അതിന് താഴെയുള്ള ആചാരവേലകളും ചെയ്തു. എന്നിട്ടും നീ കനിയുന്നില്ലേ ദാദാ? മുന്നിലെല്ലാം കോട്ട കെട്ടി അടച്ചിരിക്കുകയാണോ? ആ മനസ്സ് വിതുമ്പി. സ്നേഹമുള്ളവരെ, ഒരിക്കൽ മഹാകവി കുമാരനാശൻ പാടിയില്ലേ, മുന്നോട്ടു കാലം കടന്നു പോയിടാതെ മുമ്പേ
സ്മൃതികളാൽ കോട്ട കെട്ടി മുന്നോട്ടുകാലം കടന്നു പോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി. ഹൈന്ദവ ന്യായത്തിലെ കോട്ടകൊത്തളങ്ങൾ, ത്രിമൂർത്തികൾക്കപ്പുറം ഒന്നുമില്ല എന്ന് വരുത്തീർക്കാൻ പണിതുയർത്തിയ കോട്ടകൾ, ശൂദ്രൻ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കാൻ നിശ്ചിത താല്പര്യം പടുത്തുയർത്തിയ കോട്ടകൾ, ദേവന്റെയും ദേവിയുടെയും വൈഷ്ണവ ശൈവ ശാക്തേയത്തിന്റെയും സൗഭാഗ്യങ്ങളിൽ സുഖിച്ച് തുള്ളി പുണ്യമുറുക്കാൻ ഭാഗ്യം നഷ്ടപ്പെടുത്താൻ പടുത്തുയർത്തിയ കോട്ടകൾ, സത്യത്തിന് അണിയിച്ച മൂടുപടങ്ങൾ. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെന്നത്. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിൻ മുഖം, തുറക്കുകതു നീ ഭൂഷൺ സത്യധർമ്മനു കാണുവാ. ത്രിമൂർത്തികൾക്കെല്ലാം അപ്പുറമാണ് സത്യം, അതാരറിയുന്നു? പക്ഷേ ഈ സത്യങ്ങളൊന്നും അറിയാതെ ആ സാധു കരുണാകരൻ ശാന്തി ഒരു വർഷക്കാലം തോളം വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു പ്രഭാതം ആരാധനാവേള. ധാരാളം ആളുകൾ ആശ്രമത്തിലെത്തിയിട്ടുണ്ട്. അവർ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഭക്തപരവശരായി നിൽക്കുന്നു. കരുണാകരസ്വാമി ആരാധന നടത്താനെത്തി. ഭക്തിസാന്ദ്രമായ മുഖം ചുവന്നു തൊടുത്തു. പുഷ്പാഞ്ജലി കഴിഞ്ഞ് ആരാധന നടത്തുവാനായി തട്ടമുയർന്നു. പെട്ടെന്നൊരു തീഗോളം തട്ടത്തിൽ വന്ന് വീണു. സാർവഭൗമ പ്രഭ ചീന്തുന്നൊരഗ്നിയോ തീഗോളമോ മിഴിമഞ്ഞിടും. കയ്യിൽ നിന്ന് തെറിച്ച് തട്ടം ഒരു ഭിത്തിയിടിച്ച് പൂജാമുറിയുടെ മൂല ചെന്ന് വീണു. നീലനിറത്തിലുള്ള പ്രകാശഗോളം തട്ടത്തിൽ വന്ന് പതിച്ചായി മാത്രം അദ്ദേഹം പറഞ്ഞു. കൂടെ നിന്നവരെല്ലാം അത്ഭുതപ്പെട്ടു നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം അങ്ങനെ നിന്നു. പെട്ടെന്നൊരു അശരീരിയും, മേലിൽ നീ ആരെയും പൂജിക്കാൻ പാടില്ല. നീ പൂജിച്ചതിനെല്ലാം പകരം ലോകം നിന്നെ പൂജിക്കട്ടെ, സൂക്ഷിക്കണം. അദ്ദേഹത്തിന് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദർശനമുള്ള ശിഷ്യരെ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് നോക്കി വാ. അവർ ധ്യാന നിമഗ്നരായി. ആ കാരുണ്യ സ്രോതസ്സിൽ നിന്നും അത് തന്നെ പറഞ്ഞു കിട്ടി. മിന്നൽ പോലെ ആ മനസ്സിലേക്ക് ഫക്കീർ സ്വാമികൾ പറഞ്ഞ വാക്കുകൾ ഓടിയെത്തി. കരുണാകര, നീ പൂജാ സ്വഭാവം നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഭസ്മം തൊടിയിലും കുരീടിയിലും ഹിന്ദുവിൻ ന്യായത്തിലും മറ്റും ഉണ്ടെങ്കിൽ നിനക്കത് ആവശ്യമില്ല. ആ വാക്കുകൾ ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന പോലെ തോന്നി. ദിവസങ്ങൾ കടന്നു. ഒരിക്കൽ ഒരറിയിപ്പുണ്ടായി. ഒരു രുദ്രാക്ഷമാല വേണം. അതിൽ 7 മുഖമുള്ള 7 രുദ്രാക്ഷവും ബാക്കി 6 മുഖമുള്ളതുമായിരിക്കണം. ആ മാല സ്വർണത്തിൽ കെട്ടി ചന്ദനപ്പെട്ടി അടക്കം ചെയ്ത് 41 ദിവസത്തെ അഖണ്ഡനാമ ജപം പൂർത്തിയാക്കി 3 വർഷം പുഷ്പാർച്ചന നടത്തി സൂക്ഷിക്കണം. കരുണാകരൻ സ്വാമി ആശ്രമത്തിൽ വരുന്നവരുടെ എല്ലാം വിവരം പറഞ്ഞു. പക്ഷേ 7-6 മുഖമുള്ള രുദ്രാക്ഷമാല എവിടെ കിട്ടാൻ? അവസാനം വീണ്ടും അറിയിപ്പ് ലഭിച്ചു. ചങ്ങനാശ്ശേരിയിൽ വാഴപ്പള്ളി ക്ഷേത്രത്തിലെ പൂജാരിയെ സമീപിച്ചാൽ ഇത് കിട്ടും. അറിയിപ്പ് കിട്ടിയതനുസരിച്ച് സ്വാമിയും ദർശനമുള്ള സത്യവതിയും പ്രസന്നനും കൂടെ പുഷ്പാങ്കൻ വക്കീലും ഡോക്ടർ കൃഷ്ണൻ കൂടി യാത്രയായി. വഴിയിൽ വെച്ച് ഒരു ബ്രാഹ്മണനെ കണ്ടപ്പോൾ സത്യവതി പറഞ്ഞു, വണ്ടി നിർത്തു. അദ്ദേഹത്തോട് ചോദിച്ച വിവരം അറിയാം. വണ്ടി നിർത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ദാ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ മതി. എല്ലാവരും കൂടി അങ്ങനെ അടുത്തുള്ള ഒരു ബ്രാഹ്മണ ഗൃഹത്തിലെത്തി. വൃദ്ധരായ ആ ബ്രാഹ്മണ ദമ്പതികൾ സ്വാമിയെ ഒരാചാര്യന് വേണ്ട എല്ലാവിധത്തിലും പരിചരിച്ചു. അനന്തരം വേറൊരു വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് വൈക്കത്തിനടുത്തുള്ള പൂത്തോട്ട എന്ന സ്ഥലത്തുള്ള നമ്പൂതിരി ഇല്ലത്തിലെത്തി. അവിടുത്തെ വൈദിക വാദ്യാരെ കണ്ട് അവിടെയുള്ള 4 ഇല്ലെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി. ദർശനവശത്ത് ലഭിച്ച അറിവിൻ പ്രകാരം ആ വീടിന്റെ തട്ടിന് മുകളിൽ കയറിയപ്പോൾ അവിടെ നിന്ന് മാല കിട്ടി. 6 മുഖമുള്ള മാലയായിരുന്നു അത്. വീണ്ടും സത്യവതിക്ക് ദർശനം കിട്ടി. ആ വീടിന്റെ അടിച്ചുകൂട്ടുത്തരത്തിന് വടക്കേറ്റത്തുള്ള മൂലഭാഗത്ത് ഉത്തരം പൊഴിച്ചുണ്ടാക്കിയ ഒരറയിൽ നിന്നും 7 മുഖമുള്ള 7 രുദ്രാക്ഷവും കിട്ടി. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച ആ വീട്ടുകാർ അത്ഭുതപ്പെട്ടു. വിസ്മയസ്തബ്ധനായ വീട്ടുകാരൻ അതെടുത്തുകൊണ്ടുവന്ന്
വൈദികനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് വാങ്ങി കഴുകി വൃത്തിയാക്കി ഒരു താലത്തിൽ വെച്ച് സ്വാമിയുടെ കയ്യിൽ ഭക്തിപൂർവ്വം കൊടുത്തു. ആ വൈദികനും കുടുംബവും വന്ന് ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഇതെല്ലാം പറഞ്ഞ് ആളുകൾ അത്ഭുതം കൊണ്ട് മിഴുന്നിട്ട് തിന്നു. ജന്മാന്തരത്തിൻ കണക്കുകൾ തീർക്കുന്ന ഞാനിതൻ കർമ്മ സമീക്ഷ. ജന്മാന്തരത്തിൻ കണക്കുകൾ തീർക്കുന്ന ഞാനിതൻ കർമ്മ സമീക്ഷ. അരനൊടിയായിരം ആണ്ടാക്കി മാറ്റിടും ആചാര്യധർമ്മ സമീക്ഷ. ആചാര്യധർമ്മ സമീക്ഷ. ജന്മാന്തരങ്ങളുടെ കണക്കുകൾ തീർക്കുന്ന ആ ജ്ഞാനിയുടെ ചെയ്തികൾക്ക് അർത്ഥം കാണാൻ കഴിയാതെ അവർ പകച്ചു നിന്നു. അറിയിപ്പ് കിട്ടിയതുപോലെ തന്നെ രുദ്രാക്ഷം കൊണ്ടുവച്ച് പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് അവസാനം മാല ഒരു പെട്ടിയിൽ അടക്കം ചെയ്ത് പൂട്ടി സ്വാമി കിടക്കുന്നതിന് സമീപം മേശയുടെ മുകളിൽ കൊണ്ടുവച്ചു. പ്രാർത്ഥിച്ചു. എല്ലാവരും കിടന്നു. അടുത്ത ദിവസം പ്രഭാതമായി. അതാ ഇന്നലെ കൊണ്ടുവച്ച ചന്ദ്രപ്പെട്ടി പൊട്ടിത്തെറിച്ച് മാലയുടെ കുറേ ഭാഗം അകത്തും പുറത്തുമായി കിടക്കുന്നു. ആളുകൾ അത്ഭുതസ്തബ്ധരായി നോക്കുന്നു. ഒന്നും അറിയില്ല. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം വർക്കലയിലുള്ള ഒരു സ്ത്രീക്കും പുരുഷനും ഒരേ സമയം ഒരു അശരീരി കിട്ടി. ഒരു ധന്യമുഹൂർത്തം. പുരുഷൻ കേട്ടു, ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. സ്ത്രീ കേട്ടു, ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഇത് മന്ത്രമായും സ്തോത്രമായും ഉപയോഗിക്കാം. ഈ വിവരങ്ങൾ അവർ കരുണാകര സ്വാമി അറിയിച്ചു. എന്നാൽ അദ്ദേഹം അത് ചൊല്ലാൻ അനുവദിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് അതിലുണ്ടായിരുന്നു എന്ന് തന്നെ. ഈ സമയങ്ങളിലെല്ലാം തന്നെ ആ ത്യാഗി വളരെ വൈഷമ്യത്തിലായിരുന്നു. ഒരു ദിവസം കരുണാകരൻ സ്വാമിയും കദളിക്കാട്ട് ഗോപാലൻ മാസ്റ്ററും കൂടി ചിറയൻ കീഴിന് പോകുവാനായി കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. ഉത്സവം കണ്ടുവരുന്ന കുറേ പിള്ളേർ സ്വാമിയെ കണ്ടതും കൂക്കിവിളികൾ ആരംഭിച്ചു. പക്ഷേ ആ മനുഷ്യൻ യാതൊരു ഭാവവ്യത്യാസവും കാണിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നു. ട്രെയിൻ വന്നു. സ്വാമി ട്രെയിനിലേക്ക് കയറിയതും പിറകിൽ നിന്ന് അവരിലൊരുവൻ വന്ന് സ്വാമിയുടെ പുറത്ത് ആഞ്ഞൊരു ഒറ്റയടി, എന്നിട്ട് തോർത്തിൽ പിടിച്ചൊരു വലി. നിശബ്ദനായി അദ്ദേഹം അത് സഹിച്ചു. ദൈവമേ, ഇതും ഞാൻ ഏൽക്കേണ്ടതിനല്ലേ? ഇവരോട് പൊറുക്കണമേ. ധരയിൽ ധരിച്ചോരിരുളിനെ കോരിയ കാലാധാരകളാചാര്യന്മാർ. ധരയിൽ ധരിച്ചോരിരുളിനെ കോരിയ കാലാധാരകളാചാര്യന്മാർ. ചോര നിരൂട്ടി മോന്തി ഇരുകാലിൽ മേയും പിശാചിൻ പ്രതിരൂപങ്ങൾ. ചോര നിരൂട്ടി മോന്തി ഇരുകാലിൽ മേയും പിശാചിൻ പ്രതിരൂപങ്ങൾ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അശരീരി ഉണ്ടായി. രണ്ടാൾ ഒരുമിച്ച് കാണുന്നിടത്ത് ഇരിക്കരുത്. ദൈവവാക്കിനനുസരിക്കണം. അതിനുള്ള ഒരുക്കങ്ങളായി. ആ തപോനിഷ്ഠൻ വീണ്ടും യാത്രയായി. സ്നേഹമുള്ളവരെ, ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലുമുള്ളുകളും ഞറുങ്ങണങ്ങളും മാത്രമുള്ള കാട്ടുപൂച്ചയും കുറുക്കനും പാമ്പുകളും മാത്രം വസിക്കുന്ന ജനവാസം വിരളമായ ദേശം പോത്തൻകോട്. സത്യത്തിൽ അത് ഒരു പോത്തൻ കാടായിരുന്നു. ആ ദേശത്തേക്ക് സുധാകരൻ എന്ന മാനസിക രോഗിയും ഒരാടും മാത്രമായി ബ്രഹ്മശ്രീ കരുണാകരഗുരു കടന്നു വന്നു. മാനുഷികമായ ബുദ്ധിപ്രയോഗമോ തോന്നലോ കൊണ്ടല്ല, ദൈവവാക്കിനെ പാലിക്കുവാൻ വേണ്ടി മാത്രം. കാട്ടുപടനമെല്ലാം വെട്ടിത്തെളിച്ച് മരച്ചിനി കമ്പുകൾ നാട്ടി ഒരു കുടിൽ അവിടെ ഉയർന്നു. ശാന്തിഗിരി ആശ്രമം. പ്രണവമന്ത്രണ മുഖരിതം
പ്രകൃതി ദർപ്പണ മിഴിലയം പ്രണവമന്ത്രണ മുഖരിതം പ്രകൃതി ദർപ്പണ മിഴിലയം പരമശാന്തിതൻ പുറവിടം നിയതിദാനമേ ശാന്തിഗിരി നിയതിദാനമേ ശാന്തിഗിരി. സ്നേഹമുള്ളവരെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ജനങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഓ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നു അന്ധവിശ്വാസികൾ. അങ്ങനെ ചൊല്ലുന്നുവെങ്കിൽ അതിൻ്റെ സത്യസ്ഥിതിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ള അറിയിപ്പ് പ്രകാരം ഗുരു യാതൊന്നിലും ഇടപെടാതിരുന്ന് ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ത്രിമൂർത്തികളും അവയ്ക്ക് താഴെയുള്ള ഋഷിമാരും ദർശനത്തിലും അശീലിയായും കൂടി അറിയിച്ചു, ഇനി രോഗങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. അന്ന് തുടങ്ങി ആളുകൾ ധാരാളം ആശ്രമത്തിൽ തുടങ്ങി. ദിനം പ്രതി 300ഓളം ജനങ്ങൾ വരുന്ന നില വന്നു. രോഗങ്ങൾ മാറുന്നു, തീരാവ്യാധികൾ ഒഴിയുന്നു, എല്ലായിടവും വീണ്ടും ശ്രുതി വരുന്നു. രോഗികൾ കിടക്കാൻ ഇടമില്ലാഞ്ഞ വെറും പുൽത്തകിടിൽ കിടന്നു. ദിവസങ്ങൾ കടന്നുപോയി. കാറ്റ് വീണ്ടും തിരിഞ്ഞു വീശി. രോഗങ്ങൾ മാറുന്നില്ല. അറിയിപ്പ് കിട്ടുന്ന പോലെ എന്നതുപോലും ശരിയല്ല. ഒന്നും ഫലിക്കുന്നില്ല. ആകെ വിഷമത്തിലായി. ആ ത്യാഗി വല്ലാതെ വിഷമിച്ചു. എന്തു പറ്റി? എന്തു ചെയ്യും? എല്ലാം നഷ്ടപ്പെട്ടു. പണ്ട് വർക്കലയിൽ വെച്ച് വന്നു ചേർന്നുള്ള പോലെ എല്ലാ വൈദ്യനുകളും വീണ്ടും വരികയാണോ? ആ ഹൃദയം തേങ്ങി. അവസ്ഥാപൂർത്തീകരണങ്ങളുടെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു ചേർന്നു. വീണ്ടും അറിയിപ്പ് കിട്ടി. നേരത്തെ പറഞ്ഞു കിട്ടിയ അശരീരി മന്ത്രം വീണ്ടും ചൊല്ലി ബലപ്പെടൂ, എങ്കിലേ അവസ്ഥകൾ കടക്കാൻ കഴിയൂ. ഗുരുവിൻ്റെ നാമം അതിലുണ്ടായിരുന്നു എന്ന കാരണത്താൽ നേരത്തെ അറിയിപ്പ് കിട്ടിയിരുന്നിട്ടും ചൊല്ലാതിരുന്ന ആ മന്ത്രങ്ങൾ അത് ഒരിക്കൽ കൂടി അശരീരിയായി കിട്ടി. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. അവസ്ഥാപൂർത്തീകരണങ്ങൾ പൂർണ്ണമായി. ലോകത്തിൻ്റെ രക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ ബ്രഹ്മം മനുഷ്യന് വേണ്ടി കരിഞ്ഞു. ദാർശനികമായ അനുഭവമുള്ളൊരു കുട്ടിക്ക് ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രതിബിംബം പ്രതിഷ്ഠാസങ്കല്പമായി കാണിച്ചു കൊടുത്തു. കഴിഞ്ഞുപോയ ഗുരുക്കന്മാരെ സ്മരിക്കുവാൻ പാകത്തിലുള്ള 2444 ദളങ്ങളാൽ വിലസുന്ന വിശ്വകമലം ആ വിശ്വഹൃദയത്തിൽ തുളുമ്പി നിൽക്കുന്നു, ജ്വലിച്ചു നിൽക്കുന്നു. ലോകഗുരുവിൻ്റെ പ്രണവസ്വരൂപം, അതെ, അതാണ് ശാന്തിഗിരി ആശ്രമം. സ്നേഹമുള്ളവരെ, ലോകഗുരുവിൻ്റെ ആ ത്യാഗിവര്യൻ്റെ ജീവിത സമരത്തിലെ അല്പം ചില ഭാഗങ്ങൾ മാത്രം എത്തിനോക്കാനേ ഞങ്ങൾക്കിതിലൂടെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ലോകത്തിലുള്ള സർവ്വതൂലികൾ ചലിച്ചാലും സർവ്വഖണ്ഡങ്ങളും ഏറ്റുപാടിയാലും ഈ കഥ തീരില്ല. ഇന്നേ ദിവസവും അത് തുടരുന്നു. ഈ ചരിത്രം അവസാനിക്കുന്നില്ല. ദാർശനിക മണ്ഡലത്തിലെ അനുഭവജ്ഞരായ അടുത്ത തലമുറ അതെല്ലാം കണ്ടറിയുമ്പോൾ ഒരുപക്ഷെ അവർ ചോദിച്ചേക്കും, ദൈവമേ, ഞങ്ങളുടെ പൂർവികർ മനസ്സിലാക്കി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന്. ചോദിച്ചുകൊള്ളട്ടെ. എങ്കിലും സത്യയുഗത്തിൻ്റെ പടവുകൾ തീർക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏകാനൊന്നുമില്ലെങ്കിലും വഴിയിലെ മുള്ളുകളാകാതിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ സമസ്തവും ഞങ്ങളുടെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊള്ളട്ടെ. കലിയുഗനാഥൻ കാരുണ്യരൂപൻ ശ്രീകരുണാകര ഗുരുനാഥൻ. കലിയുഗനാഥൻ കാരുണ്യരൂപൻ ശ്രീകരുണാകര ഗുരുനാഥൻ. സദ്ഗുരുനാഥൻ സത്യദീക്ഷകൻ ഗുരു കരുണാകര യതിവര്യൻ. സദ്ഗുരുനാഥൻ
സത്യദീക്ഷകൻ ഗുരു കരുണാകരയതിവരൻ ഗുരു കരുണാകരയതിവരൻ ഗുരു കരുണാകരയതിവരൻ